السلام عليكم ورحمة الله وبركاته. مختصر 93 أحوال المسند 6 പേജ് നമ്പർ 137. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه. وأما كونه أي المسند അപ്പോൾ മുസ്നദ് ആവൽ ഫിഇലൻ ഫിഇലാവൽ ഫലിതഖീദിഹി ഐ തഖീദിൽ മുസ്നദി മുസ്നദിന് ഖൈദ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബി അഹദിൽ അസ്മിനത്തി സലാസത്തി 3 സമാനുകളിൽ നിന്നുള്ള ഒരു സമാൻ കൊണ്ട് ഖൈദ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അൽ മാലിയായ സമാൻ ഒന്ന്. വഹുവ മാലി എന്ന് പറഞ്ഞാൽ അസ്സമാനുല്ലദി അസ്സമാൻ ഒരു സമാനാണ്. അല്ലദി എങ്ങനത്തെ സമാൻ കമ്പല സമാനിക്ക നിന്റെ ഇപ്പോഴത്തെ സമാനിന്റെ മുമ്പുള്ള സമാൻ. അല്ലദി എങ്ങനത്തെ സമാൻ അന്ത ഫീഹി നീ ആ സമാനിലാണ്, നീ ആ ഒരു സമാനിലാണ്. അതാണ് ഹാലെന്ന സമാനിന്റെ മുമ്പുള്ള സമാനാണ് മാലി. വൽ മുസ്തഖ്ബിലി അതായത് മുസ്തഖ്ബില് കൊണ്ടും ഖൈദ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അഹദിൽ നിന്ന് ബദലാണ് അൽ മാലി. വൽ മുസ്തഖ്ബിലി അൽ മാലി നിന്ന് ലത്ഫ്. വഹുവ മുസ്തഖ്ബില് അസ്സമാനുല്ലദി ഒരു സമാനാണ് യുതറക്കബു വുജൂദുഹു അതിന്റെ ആ സമാനിന്റെ വുജൂദിനെ പ്രതീക്ഷിക്കപ്പെടും ബഅദ സമാനി ഈ ഹാളിറായ സമാനിന്റെ ശേഷം. വൽ ഹാലി ഹാല് കൊണ്ടും ഖൈദ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വഹുവ ഹാല് എന്ന് പറഞ്ഞാൽ അജ്സാഉൻ കുറെ അജ്സാ ആണ്. ആ അജ്സാ എന്തിനാൽ മിൻ അവാഹിരിൽ മാലി വ അവായിലിൽ മുസ്തഖ്ബിലി മാലിയുടെ അവസാനങ്ങളാലും മുസ്തഖ്ബിലിന്റെ തുടക്കങ്ങളാലുമുള്ള കുറെ അജ്സാകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ റഅയ്തു സൈദിനെ ഞാൻ കണ്ടു, യുസല്ലി നിസ്കരിക്കുന്നവനായിട്ട് കണ്ടു. കാണുന്ന സമയത്ത് ഇവൻ നിസ്കരിച്ചും കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ സമാൻ അതാണ് ഹാല്. അത് അതിങ്ങനെ ജുസ്ഉകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവൻ പറയുന്ന സമയത്തും നിസ്കാരത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞു, ഒരു ഭാഗം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് ഇവൻ കണ്ടു, ഇവൻ കാണുന്ന സമയത്ത് അവൻ നിസ്കാരത്തിലാണ്. പറയുന്ന സമയത്ത് ഒരു സെക്കൻഡ്, ഒരു 2-3 റഅയ്തു സൈദൻ യുസല്ലി എന്ന് പറയുമ്പോൾ ഒരു 5-6 സെക്കൻഡ് വരും. അത് ആ അജ്സാകളും അതിന്റെ മുമ്പുള്ള ഈ നിസ്കാരം തുടങ്ങിയോടെ മുതൽ അവസാനം വരെയുള്ള ആ അജ്സാകൾ തുടങ്ങുമ്പോൾ ഒരു ജുസ്, പിന്നെ ഒരു ജുസ് ഇങ്ങനെ ഉടനെയായി തീർന്നു പോവുകയാണ് ആ അജ്സാകള്. അപ്പൊ മാലിയുടെ അവാഹിറും മുസ്തഖ്ബിലിന്റെ അവായിലും കൂടിയ ഒരുപാട് അജ്സാകൾ. അതിനാണ് ഉറുഫിൽ ഹാല് എന്ന് പറയുന്നത്. ഹക്കീക്കിയായ ഹാല് ഒരു നിമിഷം നേരെ ഉണ്ടാവുകയുള്ളൂ. ഒരു നിമിഷം നേരം ഹക്കീക്കിയായ ഹാല് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോ നമ്മുടെ മുമ്പിലുള്ള ഈ മുസ്തഖ്ബിലിൽ നിന്ന് വന്ന ഉടനെ മാദിയിലേക്ക് ആ ജുസ് ചാടുകയാണ്. അപ്പോൾ ഹക്കീക്കിയായ ഒരു ഹാലിന് തൈരീഫ് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവാഹിറുൽ മാദിയും അവായിലും മുസ്തഖ്ബിലും ഉൾപ്പെടുത്തിയിട്ട് ഹാലിന് തൈരീഫ് പറയുന്നത്. ഇവിടെ നെഹ്വിങ്ങളുടെ അടുക്കലുള്ള തൈരീഫ് ഇങ്ങനെയാണ്. എങ്ങനെ? ഉഫി ബാനിൽ നവാശി അന്നൽ ഹാല ഇന്ദൻ നുഹാത്തി
അജ്സാഉം മിൻ നവാഹിൽ മാദി വ അവയിലിൽ മുസ്തഖ്ബിലി മാ ബൈനഹുമാ മിനൽ ആനിൽ ഹാദിരി. അത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഹാദിറായ ഒരു സെക്കൻഡ്. ഇല്ല എന്നഹു എങ്കിലും ഈ ഹാല് ഹക്കീക്കത്തും ഫിൽ ആനിൽ ഹാദിരി, ആ ഹാദിറായ ആനിൽ ഈ ഹാല് ഹക്കീക്കത്താണ്. ലാക്കിന്റെ കസുരിഹി, അത് വളരെ കുറവായതിനു വേണ്ടി ഇഹ്താജ ആവശ്യമായി ഇലൽ ഇഅ്തിമാദി അല അജ്സാഇൻ ഖബ്ലഹു വ അജ്സാഇൻ ബഅദഹു, ആ ഹാലിന്റെ മുമ്പുള്ള ഒരുപാട് അജ്സാഇന്റെ മേലിലും ശേഷമുള്ള ഒരുപാട് അജ്സാഇന്റെ മേലിലും. കമായുക്കാലു പറയപ്പെടും പോലെ സയ്യിദുൻ യുസല്ലി, സയ്യിദ് നിസ്കരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുസല്ലിക്ക് ഹാലിയായ ഫീൽ എന്നാ പറയാം. വൽഹാലു അന്ന ബഅദ സലാത്തിഹി മാദി, അവന്റെ ബഅദു സലാത്ത് മാദിയാണ്. വബഅദുഹാ ബാക്കി, ചിലത് ബാക്കിയുമാണ്. ഫജഅലു സലാത്തൽ വാക്കിയത ഫിൽ ആനാത്തിൽ കസീറത്തി, ഒരുപാട് ആനാത്ത് സമയങ്ങളിൽ സംഭവിച്ച നിസ്കാരത്തിന് അവരാക്കി. എങ്ങനത്തെ ആനാത്ത്? അൽ മുത്തആഖിബത്തി, ഉടനെ തീർന്നു പോകുന്ന ആനാത്ത്. വാക്കിയത്തം ഫിൽ ഹാലി, ഹാലിൽ സംഭവിച്ചതാക്കി. ഫലൈസൽ ഹാലു, അപ്പൊ ഹാലല്ല സമനൽ മുത്തക്കല്ലിമി ഫഖത്ത്, സമന തക്കല്ലുമി ഫഖത്ത്, തക്കല്ലുമിന്റെ സമയം മാത്രമല്ല. അപ്പോൾ ആ തക്കല്ലുമിന്റെ സമയം മാത്രമല്ല, ഫീലുമായി മുബാശറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അതിനാണ് ഹാല് എന്ന് പറയുന്നത്. തക്കല്ലുമിന്റെ സമയത്തിന് മുമ്പുള്ള കാര്യങ്ങളും പിന്നിലുള്ള കാര്യങ്ങളും കൂട്ടിയിട്ടാണ് എന്ത് പറയല്? ഹാല് എന്ന് പറയല്. അതാണ് പറഞ്ഞത്. മുത്തആഖിബത്തും, എങ്ങനത്തെ അജ്സ ആണ് ഉടനെ തീർന്നു പോകുന്നത്? മിൻ ഗൈരി മുഹിലത്തിൻ വ തറാഹിൻ, ഒരു താമസവും പിന്തലും കൂടാതെ. കാരണം ഇസ്തിഖ്ബാലിയായ ഒരു ജുസ്ഇ വന്ന ഉടനെ അത് മാദിയായി പോകുന്നു. യഥാർത്ഥത്തിൽ അവിടെ മുസ്തഖ്ബിലും മാദി അല്ലാത്തൊന്നില്ല. കാരണം മുസ്തഖ്ബിലിൽ നിന്ന് വന്ന ഉടനെ അത് മാദിയായിട്ടില്ല, അപ്പോൾ തന്നെ അത് തീർന്നു പോകുന്നു. അപ്പോൾ വരുന്ന ആ സമയം മാത്രമാണ് ഹക്കീക്കത്തിൽ ഹാല്. അതിനൊരു തൈരീഫ് പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഈ സമയത്ത് ഇവൻ ചെയ്യുന്ന ഫിഇല്, ഈ ഫിഇലുണ്ടല്ലോ, യുസല്ലി അല്ലെങ്കിൽ യഹുജു അല്ലെങ്കിൽ യകുത്തുബു, ആ ഫിഇല് തുടങ്ങിയിട്ടെന്ന് അവസാനം വരെയുള്ള ആ ടൈം ഒന്നായിട്ട് എന്തെന്ന് പറയും? ഹാല് എന്ന് പറയും. വഹാദ അംറുൻ ഉറുഫിയുൻ, ഇതൊരു ഉറുഫിയായ കാര്യമാണ്. ഹക്കീക്കിയായ ഒരു ഹാലിന് തൈരീഫ് പറയാൻ എന്താ മുന്നിലുള്ള ഒരു സെക്കൻഡ് എന്ന് പറയേണ്ടി വരും. ആനുൽ ഹാദിർ, അൽ ആനുൽ ഹാദിർ, അതാണ് ഹക്കീക്കിയായ ഹാല്. വദാലിക, ഈ പറഞ്ഞത് ഏത്? വദാലിക എന്ന് പറഞ്ഞാൽ മുസന്നിഫ് പറഞ്ഞതിന്റെ ഇതിന്റെ ബയാൻ. ഫീൽ യദുല്ലു അല തഖീരി ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നിന്റെ മേൽ അറിയിക്കുമെന്ന് പറഞ്ഞല്ലോ. വദാലിക, മുസന്നിഫ് പറഞ്ഞതിന്റെ ബയാൻ. അമ്മാ കൗനുഹു മുസ്നദ് ഫിഇലൻ ഫീലാവൽ ഫലി തഖീരിഹി ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നുകൊണ്ട് കൈതു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞതിന്റെ ബയാൻ. ലി അന്നൽ ഫിഇല ഫിഇൽ, വദാലിക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. എങ്ങോട്ട്? അമ്മാ കൗനുഹു ഫിഇലൻ ഫലി തഖീരിഹി ബി അഹദിൽ അസ്മിനത്തി സലാസത്തി, അതിന്റെ ബയാന്. മുസ്നദ് ഫിഇലാവൽ എന്തിനു വേണ്ടിയിട്ടാണ്? മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നുകൊണ്ട് കൈതു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതിന്റെ ബയാൻ. അന്നൽ ഫീല, ഫീല് ദാലുൻ അറിയിക്കും, ബി സീഹത്തിഹി, അതിന്റെ ആ സീഹ കൊണ്ട്, അതിന്റെ ആ ചേലുകൊണ്ട്, മാത കൊണ്ടല്ല, ആ സീഹ കൊണ്ട് അറിയിക്കും. അല അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നിന്റെ മേൽ അറിയിക്കും. മിൻ ഗൈരി ഇഹ്തിയാജിൻ ഇലാ കരീനത്തിൻ, ഒരു കരീനത്തിലേക്ക് ആവശ്യമാവല് കൂടാതെ. എങ്ങനത്തെ കരീനത്ത്? തദുല്ലു, ആ കരീനത്ത് അറിയിക്കും. അലാദാലിക്ക, ആ അഹദുൽ അസ്മിനത്തു സലാസത്തിന്റെ മേൽ അറിയിക്കും. അങ്ങനത്തെ ഒരു കരീനത്തിന്റെ മേൽ
അങ്ങനത്തെ ഒന്നിന്റെ മേൽ അറിയിക്കുന്ന കരീനത്തിലേക്ക്. അതാണ് തദുല്ല കരീനത്ത് ഇലാ കരീനത്തിൽ ഒരു കരീനത്തിലേക്ക് ആവശ്യമാവല് കൂടാതെ തദുല്ല കരീനത്തറിയിക്കും അലാതാലിക്ക അഹദുൽ അസ്മിനത്തു സലാസത്തിന്റെ മേൽ അറിയിക്കും. ബിഖിലാഫിൽ ഇസ്മി ഇസ്മിനെതിരിൽ ഫൈനഹു ഇസ്മു ഇന്നമായതുല്ലു അലൈഹി അതിന്റെ മേൽ അറിയിക്കും. അതിന്റെ മേൽ മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നിന്റെ മേൽ അറിയിക്കും. ബി കരീനത്തിൻ ഖാരിജിയത്തിൻ ഖാരിജിയായ കരീനത്ത് കൊണ്ടാണ് അറിയിക്കുക. കൗലിന നമ്മുടെ കൗല് പോലെ സൈദുൻ ഖായിമുൻ അൽ ആന ഇപ്പോൾ ഖായിമാണ്. ഇപ്പോൾ ഖായിമു എന്ന് പറഞ്ഞാൽ ഖിയാമിങ്ങനെ കുറച്ച് കഴിഞ്ഞു പോയി, കുറച്ചിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതാണ് അൽ ആന എന്ന് പറഞ്ഞാൽ. അല്ല ഒരു സെക്കൻഡ് മാത്രം ഖായിമാണ് എന്നല്ല. അതും ഹാലിയായ ഒരു സംഭവമാണത്. സയ്യിദുൻ ഖായിമുൻ അൽ ആന അത് ഹാലിന്റെ മേൽ ഹാലിയായ സമാനിന്റെ മേൽ അറിയിച്ചു. അപ്പൊ ഈ ഖിയാമ് ആ മുന്നിലുള്ള ആ ടൈം മാത്രം, ആ ടൈമിൽ ഇവൻ ഖായിമാണ്, അതിങ്ങനെ തീർന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഖിയാമ് വന്നും കൊണ്ടേയിരിക്കുന്നുണ്ട്, ഓരോ ജുസാവും വന്നും കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഖിയാമ് തീർന്നിട്ടില്ല. ഔ അംസി ഇന്നലെ ഖായിമാണ്, അപ്പൊ ഖിയാമ് തീർന്നുപോയി. ഔ ഹദൻ അലി നാളെ ഖായിമാണ്. അപ്പൊ അല്ലാന ഔ അംസി ഔ ഹദൻ എന്ന ഖാരിജിയായ കരീനത്ത് കൊണ്ടാണ് ഇസ്മു ഫായിദ് എന്തിന്റെ മേൽ അറിയിക്കുന്നത്? അഹദുൽ അസ്മിനത്ത് സലാസത്തിന്റെ മേൽ അറിയിക്കുന്നത്. വലിഹാദ ഈ കാരണത്തിന് വലിഹാദ അതുകൊണ്ട് തന്നെ കാല മുസന്നിഫ് പറഞ്ഞു അല അഹ്സനി വജിഹിൻ ഏറ്റവും ചുരുങ്ങിയതായ നിലയിൽ മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി. ഫീല് പറയുമ്പോൾ അവിടെ ഇഖ്തിസാർ ഫീല് മുസ്നദിനെ ഫീലാക്കുമ്പോൾ മൂന്ന് സമാനിന്റെ മേൽ അറിയിക്കുന്നത് ഇഖ്തിസാറോടുകൂടിയാണ്. ഇസ്മു ഫായിലാകുമ്പോൾ ഇഖ്തിസാർ ഉണ്ടാവൂല, കാരണം ഈ കരീനത്തും കൂടെ പറയേണ്ടി വരും. അപ്പോൾ അലാ അഹ്സരി വജിഹിൻ ഏറ്റവും ചുരുങ്ങിയതായ നിലയിൽ മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നുകൊണ്ട് കൈതു കൊടുക്കാൻ വേണ്ടി. സയ്യിദുൻ ഖായിമുൻ അല്ലാന എന്ന് പറയുമ്പോൾ അവിടെ ഇഖ്തിസാർ ഉണ്ടാവൂല, അല്ലെ അംസി എന്ന് പറയുമ്പോഴും ഓദൻ എന്ന് പറയുമ്പോഴൊക്കെ. പിന്നെ വലമ്മാക്കാന തജദ്ദുദായപ്പോൾ ലാസിമല്ലി സമാനിന് ലാസിമായപ്പോൾ. കാരണം എന്താണ്? സമാനിന്റെ മാന എന്താ? സമാന് എന്ന് പറഞ്ഞാൽ കമ്മുൻ എന്നാണ്. കമ്മുൻ ഐ അറളുൻ ഖാബിലുൻ ലിൽ ഖിസ്മത്തി ലിദാത്തിഹി ഒയറു കാരിദാത്തി ദാത്ത് ഉറച്ചു നിൽക്കാത്ത ദാത്തിന് വേണ്ടി കിസ്മത്തിന് സ്വീകരിക്കുന്ന ഒരു അറളാണ് കമ്മ്. അതാണ് സമാൻ. ഐ ലാ തജ്തമിയു അജ്സാഉഹു ഫിൽ ഉജൂദീൻ ഈ സമാനിന്റെ അജ്സാ ഉജൂദിൽ ഇജ്തിമായില്ല. ഒരു സമാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിന്റെ അജ്സാനെന്തില്ല, ഇജ്തിമായില്ല. അപ്പൊ ഫയക്കൂനു കൊല്ലും പിന്നെ അജ്സായിൽ നിന്ന് ഓരോന്നാകും ഹാദിസാകും. ഫമിൽ ലവാസിമി ഹാദിസിന്റെ ലാസിമിൽപ്പെട്ടതാണ് തജദ്ദുദ്. അപ്പോൾ സമാൻ എന്ന് പറഞ്ഞാൽ ഇതാ പറയുന്നു വലമ്മാക്കാന തജദ്ദുദായപ്പോൾ ലാസിമല്ലി സമാനി സമാനിന് ലാസിമായപ്പോൾ. കാരണം ഈ കൗനിഹി സമാനായതിന് വേണ്ടി കമ്മൻ ഗൈറ കാജിൻ കമ്മൻ ഗൈറ കാജിദാത്തി ദാത്ത് ഉറച്ചു നിൽക്കാത്തൊരു കമ്മായതിന് വേണ്ടി. ദാത്ത് ഉറച്ചു നിൽക്കാത്തത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കാനുള്ള സമാന്. ഐലാ യജ്തമിയു അജ്സാഉഹു ഫിൽ ഉജൂദി ഈ സമാനിന്റെ അജ്സാഉ ഉജൂദിൽ ഒരുമിച്ച് കൂടൂല എന്നാണ്. സമാനിനെ അല്ലാഹു തആല സൃഷ്ടിച്ചോടം മുതൽ ഒന്നാമത്തെ ആ ജുസ് ആണ് തീർന്നുപോയി, തൊട്ടടുത്ത് രണ്ടാമത്തെ ജുസ്. അങ്ങനെ ഇന്നും ആ അജ്സ ഇങ്ങനെ തീർന്നും കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ജുസുവും മറ്റേ ജുസുവുമായി ഒരുമിച്ച് കൂടുകയില്ല, ഉജൂദിൽ ഒരുമിച്ച് കൂടൂല. അതാണെന്ത് സമാൻ. അപ്പോൾ എന്തായി?
ഓരോ അജ്സാവും ഹാദിസാണ്. പുതിയ പുതിയ ജുസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹാദിസിന്റെ ലാസിമിൽപ്പെട്ടതാണ് തജദ്ദുദ്. അതാണ് പറഞ്ഞത്, തജദ്ദുദ് സമാനിക്ക് ലാസിമായപ്പോൾ ലികൗനിഹി ആ സമാനായതിനു വേണ്ടി ലികൗനി കമ്മൻ ദാത്തി ദാത്ത് ഉറച്ചു നിൽക്കാത്ത കമ്മായതിന് വേണ്ടിയിട്ട് തജദ്ദുദ് സമാനിക്ക് ലാസിമാണ്. ദാത്ത് ഉറച്ചു നിൽക്കാത്ത കമ്മ് എന്ന് പറഞ്ഞാൽ ഐ ലാ യജ്തമിഉ അജ്സാഉ ഫിൽ ഉജൂദി, അതിന്റെ അജ്സാഉ ഉജൂദിൽ ഒരുമിച്ച് കൂടൂല. വസ്സമാനു സമാനാണെങ്കിലോ ജുസ്ഉം മിൻ മഫ്ഹൂമിൽ ഫിഇലി, ഫിഇലിന്റെ മഫ്ഹൂമിൽ നിന്നുള്ളൊരു ജുസ് ആണ്. ഫിഇലിന്റെ മദുലൂല് രണ്ട് കാര്യമാണല്ലോ, ഒന്ന് സമാനും ഒന്ന് ഹദസും. അപ്പൊ ഫീലിന്റെ മഫ്ഹൂം മദുലൂലിയൽ ഫീലി കഅംനിൻ മിൻ അമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫീലിന്റെ മഫ്ഹൂമിൽപ്പെട്ട ഒരു ജുസ് ആണ് എന്ത് സമാൻ. അങ്ങനെയുള്ള സമാൻ, ഫീലിന്റെ മഫ്ഹൂമിൽപ്പെട്ട ഒരു ജുസ് ആയ സമാൻ, ആ സമാൻ ദാത്ത് ഉറച്ചു നിൽക്കാത്ത കമ്മായതിന് വേണ്ടി സമാനിന് തജദ്ദുദ് ലാസിമാണ്. പിന്നെ അതുകൊണ്ട് കാനൽ ഫീലു ഫീലായി. അപ്പൊ എങ്ങനെയാണ് അർത്ഥം? വലമ്മാക്കാന തജദ്ദുദായപ്പോൾ ലാസിമല്ലി സമാനി, സമാനിന് ലാസിമായപ്പോൾ. എന്താ കാരണം? ലി കൗനിഹി സമാനായതിനു വേണ്ടി കമ്മൻ ഖൈറ കാരിദാത്തി ദാത്ത് ഉറച്ചു നിൽക്കാത്ത കമ്മായതിനു വേണ്ടി. ഐ ലാ യജ്തമി അജ്സാഉഹു, ആ സമാനിന്റെ അജ്സാഉ ഒരുമിച്ച് കൂടൂല. ഫിൽ ഉജൂദി, ഉജൂദിൽ ഒരുമിച്ച് കൂടൂല. വസ്സമാനു സമാനാകുന്നത് ജുസ്ഉം മിൻ മഫ്ഹൂമിൽ ഫീലി, ഫീലിന്റെ മഫ്ഹൂമിൽപ്പെട്ട ഒരു ജുസ്ഉമാണ്. എന്നിരിക്കെ തജദ്ദുദ് സമാനിൽ ലാസിമായപ്പോൾ കാനൽ ഫീലു ഫീലായി മഅ ഇഫാദത്തിഹി തഖ്യീദ ബി അഹദിൽ അസ്മിനത്തി സലാസത്തി. ആ ഫീല് മൂന്ന് സമാനികളിൽ നിന്ന് ഒന്നുകൊണ്ട് കൈതു കൊടുക്കലിനെ ഫായിദ വെപ്പിക്കലോടുകൂടെ മുഫീദല്ലി തജദ്ദുദി, തജദ്ദുദിനെയും ഫായിദ വെപ്പിക്കുന്നതായി. അപ്പോൾ മൂന്ന് സമാനികളിൽ നിന്ന് ഒന്നുകൊണ്ട് കൈതു കൊടുക്കലോടൊപ്പം കൈതു കൊടുക്കലിനെ ഫീല് ഇഫാദത്ത് ചെയ്യലോടുകൂടെ തജദ്ദുദിനെയും ഇഫാദത്ത് ചെയ്യും. കാരണം എന്തുകൊണ്ട്? ഫിഇലിൽ സമാനുണ്ട്. സമാൻ എന്താണ്? ദാത്ത് കാറല്ലാത്ത കമ്മാണ്. അപ്പോൾ അജ്സാവ് ഒരുമിച്ച് കൂടുകയില്ല. ഓരോ അജ്സാവും ഹാദിസാണ്. ഓരോ അജ്സാവും ഹാദിസാകുമ്പോൾ ഓരോ ജുസ്ഉം മുതജദ്ദിദുമാവും. ആ തജദ്ദുദുള്ള സമാനാണ് ഫീലിന്റെ കൂടെയുള്ളത്. അപ്പോൾ എന്താ? ഈ ഫീല് തജദ്ദുദിനെ ഫായിദ വെപ്പിക്കുകയും ചെയ്യും. അതാണ് മുസന്നിഫ് പറഞ്ഞത് വൈലൈഹി, അതിലേക്ക് അശാറ ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട് ഇശാറത്ത് ചെയ്തു. മഅ ഇഫാദത്തി തജദ്ദുദി, തജദ്ദുദിനെ ഫായിദ വെപ്പിക്കലോടുകൂടെ. കഖൗലിഹി, ഷാറിന്റെ ഖൗല് പോലെ. ഐ കഖൗലി തരീഫ് ബിൻ തമീം, തരീഫ് ബിൻ തമീം എന്നവരുടെ ഖൗല് പോലെ. ഇതാണ് ഖൗല്. അവകുല്ലമാ വറദത്ത് ഉഖാലാവ്, അവകുല്ലമാ വറദത്ത് ഉഖാലാ ഖബീലത്തുൻ ബഅസു ഇലയ്യ ഹരീഫഹും യതവസ്സമൂന. ഷാഇറിന്റെ ഖൗല്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഉദാഹരണത്തിൽ അവകുല്ലമാ വറദത്ത് ഉഖാല ഖബീലത്തുൻ, ഉഖാല എന്ന അങ്ങാടിയിൽ കബീല വരുമ്പോഴൊക്കെയുമാണോ ബഅസു ഇലയ്യ, എന്നിലേക്ക് അവർ അയക്കുന്നത്? അതാ. അപ്പോൾ ഖാലഹു തരീഫ് ബിൻ തമീം യസിഫു നഫ്സഹു ബിശജാഅത്തി. ഖൗലുഹു അവകുല്ലമാ അൽ ഹംസത്തു ലിത്തക്രീരീന വൽ വാവു അത്ഫുൻ അലാ മുഖദ്ദരിൻ ഐ അഹ്ലറു വബഅസു. അപ്പോൾ എന്താ അർത്ഥം? ഉഖാല എന്ന അങ്ങാടിയിൽ കബീല വരുമ്പോഴെല്ലാം
അവർ ഹാദിറാവുകയും എന്നിലേക്ക് അവർ അയക്കുകയും ചെയ്യുകയാണോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവക്കുല്ലമാ വറദത്ത് ഉക്കാല കബീലത്തുൻ, ഉക്കാല എന്ന അങ്ങാടിയിൽ ഒരു കബീല വരുമ്പോഴെല്ലാം ബഅസു ഇലയ്യ, അവര് ആ ചന്തയിൽ ആ അങ്ങാടിയിൽ വരികയും എന്നിലേക്കും അയക്കുകയും ചെയ്യുന്നുണ്ട്. ആരായക്കല് അരീഫവും അവരിൽപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളെ, യതവസ്സമു അയാള് തന്നെ, ആ അരീഫ് തന്നെ മുഖലക്ഷണം നോക്കി പറയുന്നവനായ നിലയിൽ. ഇതാണ് അതിന്റെ അർത്ഥം. ഇതേപോലത്തെ ഒരു ഉക്കാല അൽഫയിലും പറഞ്ഞിട്ടുണ്ട്, തനാസൂബാബില്. നെഹ്ബു അളുന്നു വയലുന്നാനി അഖ സൈദൻ വഅംറൻ അഖബൈനി ഫിർവഹ. അതിന്റെ ശറഹില് ബിയുക്കാല യുഗ്സിന്നാദിരീന ഇദാ ഹുമു ലമഹു സുആഉഹു എന്നൊരു ബൈത്തുണ്ട്. അവിടെ ഉക്കാല അതും ഈ അർത്ഥം തന്നെയാണ്. അവിടെ നോക്കിയാൽ അത് മനസ്സിലാവും. ഉക്കാല എന്ന അങ്ങാടിയിൽ വെച്ച് യോശി ഇല്ലാതെയാക്കും, കാണാതെയാക്കും, നാദിരീങ്ങൾക്ക് ഇല്ലാതെയാക്കും എന്നാണ്. പൊതിയും, അവരെ മൂടും. അങ്ങനെ ബൈത്ത് അൽഫയിലുണ്ട് ഉക്കാല. ഈ ബൈത്തല്ല, ഈ അങ്ങാടിയെ പറ്റി പരാമർശമുള്ള ഒരു ബൈത്ത് തനാസൂബാബിന്റെ അവസാനത്തെ ബൈത്തിൽ ഷറഹിൽ ഈ ബൈത്ത് കാണാം. ബിയുക്കാല യുഹ്സിന്നാദിരീന. ഇവിടെ ഇപ്പോൾ യതവസ്സമു എന്ന് പറഞ്ഞു കൊടുത്താണ് കണക്ക്. അപ്പോൾ ഉക്കാല എന്ന അങ്ങാടിയിൽ കബീല വരുമ്പോഴൊക്കെയും അവര് ഹാദിറാവുകയും അവർ എന്നിലേക്കും അയക്കുകയും ചെയ്യുകയാണോ ചെയ്യുന്നുണ്ട്. അരീഫവും അവരിൽ നിന്നുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളെ യതവസ്സമു അവൻ തന്നെ മുഖലക്ഷണം നോക്കുന്നവനായ നിലയിൽ. അപ്പോ എന്താണ് അത്? തരീഫ് ബിൻ തമീം എന്ന് പറയുന്ന ആള് ഒരു പോക്കിരിയാണ്. അപ്പൊ അയാളുടെ മദ്ഹ് തന്നെ പറയുകയാണ്. അവരൊക്കെ വരുമ്പോ ഞാൻ എവിടെയെന്ന് അവർ നോക്കും. കാരണം എന്നെ അവർക്ക് പേടിയാണ്. എന്നെ നോക്കിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ അവർ നടപ്പിലാക്കുക. ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നവർ അന്വേഷിക്കും. അരീഫിനെ പറഞ്ഞയക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ അർത്ഥം? അരീഫുൽ ഹുവ ഹുവ അരീഫും അല്ലേ? ഹുവ യുക്കാള് എന്ന് പറഞ്ഞത് സൂക്കുല്ലിൽ അറബി, അറബികൾക്കുള്ളൊരു അങ്ങാടിയാണ്. കാനു യജ്തമിഊന ഫീഹി, ആ അങ്ങാടിയിൽ അവർ ഒരുമിച്ചുകൂടും. ഫയതനാശദൂന, അവർ പുതിയ പുതിയ പാട്ടുകൾ പാടും. യതഫാഖറൂന, അവര് പങ്കച്ചം കാണിക്കും. വകാനത്ത് ഫീഹി വഖാഇഹു, ആ അങ്ങാടിയിൽ പല സംഭവങ്ങളും യുദ്ധങ്ങളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട്. വകാനത്ത് ഫീഹി, അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വഖാഇഹു, പല യുദ്ധങ്ങളും എന്നാണ്. അത് ദുൽഖഅദ് മാസത്തിലാണ് ആ അങ്ങാടി. ദുൽഖഅദ് മാസം 1 മുതൽ 20 വരെയാണെന്നുണ്ട്. അല്ല, ആ മാസം മുഴുവനും ആ ചന്ത അവിടെ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. കബീലത്തും, കബീല വരുമ്പോഴെല്ലാം ബഅസു ഇലയ്യ, എന്നിലേക്ക് അവർ അയക്കുന്നുണ്ട്. അരീഫഹും, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളെ. അരീഫുൽ ഖൗമി എന്ന് പറഞ്ഞാൽ അൽ ഖയ്യിമു ബി അംരിഹിം, അവരെ കാര്യങ്ങളെ കൊണ്ട് അവരെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളുക. അല്ലതി, എങ്ങനത്തെ ഖയ്യിമ്? സുഹിറ, അയാള് അല്ല അല്ലതി എങ്ങനത്തെ അമ്ര്? സുഹിറ, അയാള് മശൂറായി ബിദാലിക്ക, ആ കാര്യങ്ങളെ നിയന്ത്രിക്കലുകൊണ്ട്. ഉരിഫ, അയാൾ അറിയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കൊണ്ടുകൊണ്ട് അയാൾ മശൂറായി. അതുകൊണ്ടാണ് അരീഫ് എന്ന് പറയുന്നത്. അരീഫുൽ ഖൗമി അൽ ഖയ്യിമു ബി അംരിഹിം, അവരുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആള്. അല്ലതി എങ്ങനത്തെ കാര്യം? സുഹിറ, ഈ അരീഫ് മശൂറായിട്ടുണ്ട്. ബിദാലിക്ക, ആ കാര്യങ്ങളെ നിയന്ത്രിക്കലുകൊണ്ട്. ഉരിഫ, അയാൾ അറിയപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് യതവസ്സമു, അയാൾ തന്നെ മുഖലക്ഷണം നോക്കുന്നവനായ നിലയിൽ. യസ്തുറു അന്നു,
അയാളിൽ നിന്നുണ്ടാകും തഫറുസുൻ നുജൂഹി മുഖലക്ഷണം നോക്കല് തഅമ്മുലുഹ അതിന്റെ മാന തന്നെ മുഖങ്ങളെ അന്വേഷിക്കലും ചിന്തിക്കലും ശൈഅൻ ഫശൈഅൻ അല്പാൽപമായിട്ട് വലഹലത്തൻ ഫലഹലത്തൻ ഓരോ നിമിഷമായിട്ട് ഓരോ സെക്കൻഡുകളായിട്ടുന്ന അങ്ങനെ തവസ്സുമിങ്ങനെ പുതിയത് ഉണ്ടാകുന്നു. പുതിയ തവസ്സുമ്. ഇവിടെ യഥാർത്ഥത്തിൽ ഫീലിലുള്ള തജദ്ദുദ് എന്ന് പറഞ്ഞാൽ അൽ-ഉസൂലു ബഅദ അല്ലം യകുന്ന. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ തജദ്ദുദ് ഫീലിലുള്ള തജദ്ദുദ് എന്താണ്? തവസ്സുമ് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായി. സമാനിലുള്ള ഹുസൂലാണെന്ത്? ശൈഅൻ ഫശൈആയിട്ട് ഇങ്ങനെ തീർന്നു പോകല്. അതിവിടെ മുറാദ് വായനയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. യസ്തുറു അന്നു തഫറുസുൽ ലുജൂഹി. അവിടെ ഫീലിലുള്ള ഹക്കീക്കിയായ തജദ്ദുദ് എന്താണ്? തവസ്സുമ് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായി. അതാണ് ഫീലിലുള്ള തജദ്ദുദ്. പിന്നെ സമാനിയായ തജദ്ദുദും ഇവിടെ കടന്നുകൂടിയിട്ടുണ്ട്. ശൈഅൻ ഫശൈആയിട്ട് തവസ്സും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിവിടുത്തെ മുറാദ് മാനയാണ്. സമാനിലുള്ള തവജ്ജുദ് എന്താ? അൽ-ഉസൂല് ശൈഅൻ ഫശൈ ഇങ്ങനെ ഓരോന്നിങ്ങനെ തീർന്നു പോവുക. ഫീലിലുള്ള തജദ്ദുദ് ഇതുവരെ ഉണ്ടാകാത്തൊരു ഫീല് ഉണ്ടായി. അപ്പൊ തജദ്ദുദിൽ ഹദസും സമാനും കൂറുണ്ട്. മുത്തലക്ക് തജദ്ദുദിലാണ് അവർക്ക് ശിർക്കത്തുള്ളത്. സമാനിലുള്ള ആ തജദ്ദുദല്ല ഫീലിൽ ഉള്ളത്. ഫീലിലുള്ള തജദ്ദുദല്ല സമാനിലും ഉള്ളത്. പക്ഷെ ഫീലിലുള്ള തജദ്ദുദ് സമാനിൽ ഉണ്ടായെന്ന് പറയാം. ഇല്ലാത്ത സമാൻ ഉണ്ടായി, പിന്നെയും സമാൻ ഉണ്ടാകുന്നു. ഓരോ ജുസുവും ഫീലിലുള്ള തജദ്ദുദ് ഓരോ സമാനിലും ഉണ്ട്. കാരണം ഇല്ലാത്തൊരു സമാൻ ഒരു ജുസ് ഉണ്ടായല്ലോ, അതിനാണ് ഫീലില്. അതോടൊപ്പം സമാനിൽ ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോ ഒരു ഹാലിയായ ഫീലായിട്ട് കൂട്ടാം, മുസ്തഖ്ബലായിട്ടും മനസ്സിലാക്കാം. ഫീലിലുള്ള തജദ്ദുദ് എന്താണ്? ഉണ്ടാകാത്തത് ഉണ്ടായി. അത് ഓരോ സമാനിലുണ്ട്. ഇല്ലാത്തൊരു ജുസുവും ഉണ്ടായി. അതോടൊപ്പം സമാനിൽ ഒരു തജദ്ദുദിയത്ത് അധികമുണ്ടെന്താ? സമാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ തജദ്ദുദ് ഏതിലും വന്നു. ഇവിടെ യതവസ്സം എന്ന ഫീലിലും വന്നു. ഫീലിൽ ഹക്കീക്കിയായ തജദ്ദുദ് അൽ-ഉസൂലു ബഅദ അല്ലം യകുൻ ആണ്. സമാനിലുള്ള ഹക്കീക്കിയായ തജദ്ദുദ് അൽ-ഉസൂലു ശൈഅൻ ഫശൈഅൻ ആണ്. ആ സമാനിയായ ഹക്കീക്കിയായ തജദ്ദുദ് സമാനിന്റെ ഹക്കീക്കിയായ തജദ്ദുദുടെ ഫീലിലും വന്നു. കാരണം സമാൻ ഇങ്ങനെ തീർന്നു പോവുകയല്ലേ. അതേ സമയത്ത് ഫീലിലുള്ള തജദ്ദുദ് ഓരോ ജുസ്ഇലുമാണുള്ളത്. ഓരോ ജുസും എന്താണ്? അൽ-ഉസൂലു ബഅദ അല്ലം യകുൻ ആണ്. ഇതാണ് ഫീലിലുള്ള തജദ്ദുദ്. ചെയ്തിരുന്നു നിൽക്കാത്തൊരു ഖിയാമുണ്ടായി എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി